ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമുക്കുള്ളത് എക്സാമ്പിൾ 7 ആണ്. ഡെറിവേറ്റീവ്സിൽ എക്സാമ്പിൾ 7, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് ആണ്. നമുക്ക് ഡെറിവേറ്റീവ് കാണണം. എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് ഇവിടെ അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. എ എന്താണ്? 0 ആണ്. സോ എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്താണ്? സൈൻ 0 പ്ലസ് എച്ച് മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സൈൻ 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്ന് വന്നു. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. സോ ഇതെന്താവും? ദിസ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ. ഇനി എക്സാമ്പിൾ 8. എക്സാമ്പിൾ 8ൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് 0യും കാണണം, എഫ് ഡാഷ് ഓഫ് 3യും കാണണം. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് 3 ആണ്. സോ എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. കാരണം അവിടെ എക്സിൻ്റെ എക്സ് ഒന്നും ഇല്ല, എക്സ് എന്നുള്ള വേരിയബിളേ ഇല്ല, കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. സോ എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാലും 3 തന്നെയാണ്. മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാലും എന്താണ്? 3 തന്നെയാണ്. കാരണം ഇവിടെ എക്സിന് പകരം 0 കൊടുക്കാനായിട്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഇല്ലാത്തത് കൊണ്ട്. ഡിവൈഡഡ് ബൈ എച്ച്. ആൻസർ എന്ത് വരും? 0 ബൈ എച്ച് 0. നെക്സ്റ്റ് എഫ് ഡാഷ് ഓഫ് 3 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 3 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ എന്ത് തന്നെയാണ് വരിക? എഫ് ഓഫ് 3 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3 തന്നെയാണ് വരിക. 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ എച്ച്. ആൻസർ എന്ത് വരും? 0. ഓക്കെ. ഇനിയുള്ളത് എക്സാമ്പിൾ 9. എക്സാമ്പിൾ 9, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10x. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു അറ്റ് പോയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 10x ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താവും? 10 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് മൈനസ് 10x ഡിവൈഡഡ് ബൈ എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. 10 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 10x പ്ലസ് 10h മൈനസ് 10x ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. 10x കട്ടാവും. ബാക്കിയുള്ളത് എന്താണ്? 10h ബൈ എച്ച്. അപ്പോൾ എച്ചും കട്ടാവും. അപ്പോൾ എന്ത് വരും? 10 വരും. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എച്ചിൻ്റെ വേരിയബിൾ ഒന്നും ഇല്ല. സോ ആൻസർ എന്ത് വരും? 10 എന്ന് വരും. ഓക്കെ. എക്സാമ്പിൾ 10. എക്സാമ്പിൾ 10 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താവും? എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ പ്ലസ് എക്സ്പാൻഡ് ചെയ്യുക 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. എക്സ് സ്ക്വയർ കട്ടാവും. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ രണ്ടിടത്തും എച്ച് ഒരെണ്ണം കോമൺ ഉണ്ട്, താഴെ ഒരു എച്ച് ഉണ്ട്. അപ്പോൾ ഒരു എച്ച് എല്ലായിടത്തുനിന്നും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2x പ്ലസ് എച്ച്
എച്ചിന് 0 കൊടുത്താൽ ബാക്കി എന്താ ഉള്ളത്? 2x. സോ ഡെറിവേറ്റീവ് എന്താണ്? 2x². എക്സ് സ്ക്വയറിൻ്റെ 2x ആണ്. ഇനി എക്സാമ്പിൾ 11. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ f of x equal to a for a fixed real number a. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ f dash of x equal to limit h tends to 0 f of x plus h minus f of x divided by h. ലിമിറ്റ് h tends to 0. എഫ് ഓഫ് എക്സ് എ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്? എ തന്നെയാണ്. കാരണം ഇവിടെ എക്സിൻ്റെ വേരിയബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എ തന്നെയാണ്. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ ആണ്. ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ എന്താവും? 0 ആവും. നമ്മൾ മുന്നേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. നമ്മൾ ഇക്വേഷൻ എഴുതുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f of x plus h minus f of x divided by h equal to limit h tends to 0. f of x 1/x ആണെങ്കിൽ f of x plus h എന്താവും? 1/x plus h minus f of x എന്ന് പറയുമ്പോൾ 1/x divided by h. ലിമിറ്റ് h tends to 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x minus h, അതായത് x മൈനസ് ഓഫ് എക്സ് പ്ലസ് എച്ച് വരും. മൈനസ് ഓഫ് എന്നുള്ളത് മാറ്റി കഴിയുമ്പോൾ എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്, പിന്നെ ഈ ഒരു എച്ചും കൂടെ വരും. ഓക്കെ, എക്സ് മൈനസ് എക്സ് 0 ആവും. മൈനസ് ഈ എച്ചും കട്ടായി പോവും. അപ്പോൾ എന്ത് വരും ബാക്കി? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എച്ച്. അപ്പോൾ എച്ചിന് 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? -1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, -1/x². ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതായത് d/dx ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇതിനെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് d/dx ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സബ്ട്രാക്ഷനും d/dx ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് d/dx ഓഫ് ജി ഓഫ് എക്സ്. ഇനി ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. അതായത് d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് ജി ഓഫ് എക്സ്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ഡിവിഷനിലും d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. മൾട്ടിപ്ലിക്കേഷൻ്റെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ്. d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഒരു വ്യത്യാസം ഇല്ല. ഡിവിഷനിൽ വരുമ്പോൾ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ആണ് വരുന്നത്. ഇനി ഡിവിഷനിൽ വരുമ്പം മൾട്ടിപ്ലിക്കേഷന് തന്നെ, പക്ഷേ ന്യൂമറേറ്ററിൽ പ്ലസിന് പകരം മൈനസ് ആണ്. d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയറും കൂടി ഉണ്ട്. സോ അത് പ്രത്യേകം ഓർത്തിരിക്കുക. എക്സാമ്പിൾ 13 എന്താണ്? കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് 6x റേസ് ടു 100 മൈനസ് എക്സ് റേസ് ടു 55 പ്ലസ് എക്സ്. അതിന് മുന്നേ ഞാൻ പറയുകയാണ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് d/dx ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. ഓക്കെ, n ഇൻറ്റു എക്സ് റൈസ് ടു n-1 അത് ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺസ്റ്റൻറ്റ് 6 ഇൻറ്റു എക്സ് റൈസ് ടു 100 എന്ന് പറയുമ്പോൾ 6 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ മാറ്റി നിർത്തി. എക്സ് റൈസ് ടു 100 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 100 ഇൻറ്റു എക്സ് റൈസ് ടു 100-1 മൈനസ് 55 ഇൻറ്റു എക്സ് റേസ് ടു 55-1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ എന്താണ്? 1 ഉണ്ടല്ലേ. 1 ഇൻറ്റു എക്സ് റേസ് ടു 1-1 എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇതെന്താവും? 1 ആവും. ഓക്കെ,
അപ്പോൾ 6 ഇൻറ്റു 600 എക്സ് റേസ് ടു 99 മൈനസ് 55 എക്സ് റേസ് ടു 54 പ്ലസ് 1. ഓക്കെ, ഇനി എക്സാമ്പിൾ 14 ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു 50 at x ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് കാണണം. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താവും? 0 ആവും. പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ എന്താണ്? 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 2x. പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ എന്താണ്? എക്സ് ക്യൂബിൻ്റെ എന്താണ്? 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 3x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 50 ഇൻറ്റു എക്സ് റൈസ് ടു 49. ഓക്കെ, ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എക്സിന് 1 കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഇനി അടുത്തത് 4 ആയിരിക്കും. അങ്ങനെ എത്ര വരെ പോവും? പ്ലസ് 50 വരെ പോവും. അപ്പോൾ ഇതെന്താണ്? സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 50 ആണ്. 50 ഇൻറ്റു 51 ബൈ 2. ഇപ്പോൾ 2ഉം 50 കൂടെ കട്ട് ചെയ്താൽ 25. 25 ഇൻറ്റു 51 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1275. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എക്സാമ്പിൾ 15. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ ഡിവിഷൻ്റെ ഫോമുല അപ്ലൈ ചെയ്യാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് ഷോർട്ട് കട്ടിൽ വേണമെങ്കിൽ യു ബൈ വി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് എന്താവും? യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ യു എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. വി എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. സോ 1 ഇൻറ്റു വി എന്താണ്? എക്സ് ആണ്. മൈനസ് യു എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. വി ഡാഷ് അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് 0 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇനി എക്സാമ്പിൾ 16. കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് ഏത് ഫോമിലായി? സൈൻ എ മൈനസ് സൈൻ ബി ഫോമിലായി. സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി അതായത് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് അതായത് എച്ച് ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ കോസിൽ 2x പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ 2 എന്ന് വരും. ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ ഈ 2വിനെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച് ബൈ 2. ഓക്കെ,
അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ കോസ് എക്സ് പ്ലസ് എച്ച് ബൈ ടു എന്താവും? കോസ് എക്സ് ആവും അല്ലേ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. സോ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്താവും? 1 ആവും. സോ ആൻസർ ഈസ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്.